ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ചക്രവാണി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു വളരെ ലഘുവായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. രാസഗതികം, കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടു, അതൊക്കെ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇത് ചെറിയൊരു പോർഷനാണ് രാസഗതി. ഇപ്പോൾ LGS, LPUP ഇതൊക്കെ എഴുതുന്നവർക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു ചെറിയ ഒരു ടോപ്പിക്കാണിത് രാസഗതികം, കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയും. അപ്പോൾ എന്താണ് രാസഗതികം? ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത, സ്പീഡ്. ഓക്കെ, ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെയും സ്പീഡിനെയും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് രാസഗതികം, കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയും. ക്ലിയറായ? രാസപ്രവർത്തനത്തിൻ്റെ വേഗതയും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത് രാസഗതികം. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞു, എന്താണ് രാസപ്രവർത്തനം, എന്താണ് കെമിക്കൽ റിയാക്ഷൻ? അതായത് അഭികാരങ്ങൾ, രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങൾ, അഭികാരകങ്ങൾ സംയോജിച്ച് എന്തായിട്ട് മാറും? ഉൽപ്പന്നം, പ്രൊഡക്ട്സ്. അപ്പോൾ അഭികാരങ്ങൾ സംയോജിച്ച് ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്ന പ്രവർത്തനമാണ് രാസപ്രവർത്തനം. അപ്പോൾ അഭികാരം എന്താണ്? പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഭികാരകം, റിയാക്റ്റൻസ് എന്ന് പറയും. ഉണ്ടാകുന്ന പുതിയ പദാർത്ഥം ഉൽപ്പന്നം, പ്രോഡക്ട്സ്. അപ്പോൾ അഭികാരങ്ങൾ സംയോജിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് രാസപ്രവർത്തനം. അപ്പോൾ ഈ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത് രാസഗതികം. ക്ലിയറായ? അപ്പോൾ രാസപ്രവർത്തനം സാധാരണ രണ്ട് തരത്തിലുണ്ട്. ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അഭികാരകങ്ങൾ പൂർണ്ണമായും പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളായിട്ട് മാറും, പ്രൊഡക്ട്സ് ആയിട്ട് മാറും. ഓക്കെ, ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അഭികാരകങ്ങൾ ആദ്യം പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളായിട്ട് മാറും, ഉൽപ്പന്നങ്ങൾ വീണ്ടും എന്തായിട്ട് മാറും? അഭികാരകം. അപ്പം രണ്ട് പ്രവർത്തനം. ഒന്ന്, അഭികാരകങ്ങൾ പ്രവർത്തി പൂർണ്ണമായിട്ടും ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു. രണ്ട്, അഭികാരങ്ങൾ പ്രവർത്തിച്ച് ആദ്യം ഉൽപ്പന്നമുണ്ടാവും, ഉൽപ്പന്നം വീണ്ടും അഭികാരമായി. അപ്പോൾ നമുക്ക് ആദ്യത്തേലേക്ക് നോക്കാം. അഭികാരങ്ങൾ പ്രവർത്തിച്ച് പൂർണ്ണമായിട്ടും ഉൽപ്പന്നങ്ങളായിട്ട് മാറുകയാണെങ്കിൽ ആ രാസപ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഏകദിശ രാസപ്രവർത്തനം എന്ന് പറയും. ഓക്കെ, ഏകദിശ രാസപ്രവർത്തനം, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ അഭികാരവും സംയോജിച്ച് പൂർണ്ണമായിട്ടും ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്ന ഇതാണ് ഏകദിശ രാസപ്രവർത്തനം. ഇപ്പം നോക്കേ, അഗർബതി, ചന്ദനത്തിരി. അഗർബതി മീൻസ് ചന്ദനത്തിരി കത്തുന്നു. കിട്ടുന്ന പ്രൊഡക്റ്റ് ചാരം, ചാമ്പൽ. ഓൾറെഡി മണം ഉണ്ടായി. ഈ ചാരം തിരിച്ചിതാവത്തില്ല. അപ്പം ഇങ്ങനെ ഒരു ദിശയിലേക്ക് നടക്കുന്നു. അപ്പം ചോദിക്കുന്ന ചോദ്യം, ഏകദിശ രാസപ്രവർത്തനങ്ങൾക്ക് ഏത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഏത് ചേഞ്ചാണ്? അഗർബതി കത്തിയപ്പോൾ ചാരം കിട്ടി, പുതിയ വസ്തുവായിട്ട് മാറുകയാണ്. അപ്പം സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഈ മാറ്റം രാസമാറ്റം എന്ന് പറയും. അപ്പം രാസമാറ്റം സംഭവിക്കുന്ന രാസപ്രവർത്തനം ഏകദിശ രാസപ്രവർത്തനം. കണ്ട? അപ്പം ഒരു ദിശയിലേക്ക് നടക്കുന്ന രാസപ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഏകദിശ രാസപ്രവർത്തനം. ഏകദിശ രാസപ്രവർത്തനങ്ങൾക്കെല്ലാം രാസമാറ്റം, കെമിക്കൽ ചേഞ്ചാണ് സംഭവിക്കുന്നത്. ഒരു ദിശയിലേക്ക് നടക്കുന്ന പ്രവർത്തനം ഏകദിശ രാസപ്രവർത്തനം. ഏത് മാറ്റം സംഭവിക്കുന്നു? രാസമാറ്റം. എക്സാമ്പിൾ ചോദിച്ചാൽ അഗർബതി കത്തുന്നു, അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തുന്നത്, അല്ലെങ്കിൽ അതന്നെ അഗർബതി, അല്ലെങ്കിൽ മഗ്നീഷ്യം റിബൺ വായുവിൽ കത്തുന്നു, ഓക്സിജനുമായി പ്രവർത്തിച്ച് മഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ റിയാക്ഷൻ എടുത്തു നോക്കേ. അഭികാരങ്ങൾ പ്രവർത്തിച്ച് ആദ്യം ഉൽപ്പന്നം ഉണ്ടാകുന്നു, പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, ഉൽപ്പന്നങ്ങൾ വീണ്ടും അഭികാരങ്ങളായി മാറുന്നു. രണ്ട് ദിശയിലേക്ക് നടക്കുകയാണെങ്കിൽ ആ രാസപ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഉഭയ ദിശ രാസപ്രവർത്തനം എന്ന് പറയും. റിവേഴ്സിബിൾ റിയാക്ഷൻ. രണ്ട് സൈഡിലേക്കും. ആ രണ്ട് സൈഡ് നോക്കെ, ഇടത്തു നിന്നും വലത്തോട്ട്, വലത്തു നിന്നും ഇടത്തോട്ട്. കണ്ട?
അപ്പോൾ ഈ രണ്ട് ദിശയിലേക്ക് നടക്കുകയാണെങ്കിൽ ആ പ്രവർത്തനത്തിനുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് എപ്പോഴും ഏത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഭൗതികം, താൽക്കാലികം. കണ്ട, ഭൗതിക മാറ്റം സംഭവിക്കുന്ന എപ്പോഴും ഉഭയദിശ. ഐസ് ഉരുകുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? ഐസ് തന്നെ കിട്ടുന്നു. തിരിച്ചും ജലം കിട്ടും, വേണ്ടമാകത്തില്ലേ? അപ്പം ഇങ്ങനെ രണ്ട് ദിശയിലേക്കും നടക്കുകയാണെങ്കിൽ ആ രാസപ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഉഭയദിശ രാസം. അപ്പോൾ ഏകദിശ രാസപ്രവർത്തനവും ഉഭയദിശ രാസപ്രവർത്തനം എന്താണെന്ന് ക്ലിയർ ആയില്ലേ? രാസമാറ്റം സംഭവിക്കുന്ന രാസപ്രവർത്തനം ഏകദിശ, ഭൗതിക മാറ്റം സംഭവിക്കുന്ന രാസപ്രവർത്തനം ഉഭയദിശ രാസപ്രവർത്തനം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഉഭയദിശ രാസപ്രവർത്തനം നമ്മൾ പറഞ്ഞു രണ്ട് ദിശയിലേക്കും നടക്കുക എന്ന് പറഞ്ഞു. ആ രണ്ട് ദിശയിലേക്കും നടക്കുന്ന ഇക്വേഷൻ കാണിക്കുന്നത്, രാസപ്രവർത്തനം തിരിച്ചറിയുന്നത് ഈ ആരോ മാർക്ക് കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ആരോ മാർക്ക് അഭികാരകം ഉൽപ്പന്നമാം. അപ്പോൾ ഈ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് പുരോപ്രവർത്തനം എന്ന് പറയും. ഫോർവേഡ് റിയാക്ഷൻ, പുരോപ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷൻ. രണ്ടാമത് കിടക്കുന്ന ഈ ആരോ മാർക്ക് ഉൽപ്പന്നം അഭികാരമായി, പശ്ചാത് പ്രവർത്തനം, ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഒരു ഉഭയദിശ രാസപ്രവർത്തനം ഏതെല്ലാം ചേരുന്നതാണ്? പുരോപ്രവർത്തനവും പശ്ചാത്. ഏതൊക്കെയാണ്? പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും. ഇനി ഒരു ഉഭയദിശ രാസപ്രവർത്തനത്തിൽ ഈ പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും തുല്യമായിട്ട്, ഈക്വലായിട്ട് വരികയാണെങ്കിൽ ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സന്തുലനാവസ്ഥ എന്ന് പറയും. അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സന്തുലനാവസ്ഥ. കെമിക്കൽ ഇക്വിലിബ്രിയം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. സന്തുലനാവസ്ഥ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് പോകാം. ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ അടുത്ത സമയത്ത് നടന്ന പരീക്ഷകളെല്ലാം ചോദിച്ച ക്വസ്റ്റ്യനാണ്. രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഒന്ന്, അഭികാരകങ്ങളുടെ സ്വഭാവം. അഭികാരകങ്ങളുടെ സ്വഭാവം. രണ്ട്, ഗാഠത, കോൺസെൻട്രേഷൻ, അഭികാരങ്ങളുടെ ഗാഠത, കോൺസെൻട്രേഷൻ. മൂന്ന്, മർദ്ദം, പ്രഷർ. നാല്, ഊഷ്മാവ്, ടെമ്പറേച്ചർ. അഞ്ച്, ഉൾപ്രേരകങ്ങളുടെ സാന്നിധ്യം. ഉൾപ്രേരകങ്ങളുടെ സാന്നിധ്യം. കണ്ട, ഈ 5 ഘടകങ്ങൾ ഇപ്പോൾ നടന്ന ലാബിന് വരെ ചോദിച്ചതാണ്. എന്താണ് ചോദിച്ചത്? രാസവേഗത സ്വാധീനിക്കാത്ത ഘടകമേ, സ്വാധീനിക്കാത്തത്. അപ്പം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഓർത്തിരുന്നാൽ മതി. അഭികാരങ്ങളുടെ സ്വഭാവം, ഗാഠത, മർദ്ദം, ഊഷ്മാവ്, ഉൾപ്രേരകങ്ങളുടെ സാന്നിധ്യം. ഇത്രയും ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. 2 വട്ടം ഇപ്പോൾ തന്നെ ലാബിന് ചോദിച്ചു, UPയുടെ എക്സാമിന് വരെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കാത്ത ഘടകങ്ങൾ. അപ്പോൾ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞു. ക്ലിയറായ 5 എണ്ണം. ഏതൊക്കെയാ? അഭികാരങ്ങളുടെ സ്വഭാവം, ഗാഠത, മർദ്ദം, ഊഷ്മാവ്, ഉൾപ്രേരകങ്ങളുടെ സാന്നിധ്യം. ഓക്കെ, ഇനി നമുക്ക് ഈ രാസപ്രവർത്തനത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഊഷ്മാവ്. ഒരു രാസപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ടെമ്പറേച്ചർ, ഊഷ്മാവ് എന്ന് പറയും. അപ്പോൾ ഏത് രാസപ്രവർത്തനത്തിനും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഊഷ്മാവ് ആവശ്യമുണ്ട്. ഈ ഊഷ്മാവിനെ വിളിക്കുന്ന പേരാണ് അനുകൂല ഊഷ്മാവ് എന്ന് പറയും, ഒപ്റ്റിമം ടെമ്പറേച്ചർ. രാസപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊഷ്മാവിനെ വിളിക്കുന്ന പേരാണ് അനുകൂല ഊഷ്മാവ് എന്ന് പറയും, ഒപ്റ്റിമം ടെമ്പറേച്ചർ. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ജലം തിളയ്ക്കുവാൻ ആവശ്യമുള്ള ഊഷ്മാവ് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചില്ലായിരുന്നോ? എത്ര ആവുമെന്ന് പറഞ്ഞു നോക്കേ. ജലത്തിൻ്റെ തിളനിലയ്ക്ക് ആവശ്യ ഊഷ്മാവ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 371 കെൽവിൻ അല്ലെങ്കിൽ 212 ഫാരൻഹീറ്റ് ഇല്ലേ? ഇത് ജലത്തിൻ്റെ അനുകൂല ഊഷ്മാവ്. ഇത് പഠിക്കുമ്പോൾ നമ്മളെ ശരീരോഷ്മാവും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേരെ. ചിലപ്പം കയറി ചോദിക്കാം, പലവട്ടം എഴുതിക്ക് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരോഷ്മാവ് എന്ന് പറയുന്നത് എത്രയാണ്? 37 ഡിഗ്രി ആണ്. 37 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര കെൽവിനാണ്? 310 കെൽവിനാണ്. 310 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്ര ഫാരൻഹീറ്റാണ്? 98.6 ഫാരൻഹീറ്റ്. പഠിച്ചു വെക്കുക. സ്ഥിരം എൽഡിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. മനുഷ്യ ശരീരോഷ്മാവ് 37 ഡിഗ്രി അല്ലെങ്കിൽ 310 കെൽവിൻ അല്ലെങ്കിൽ 98.6 ഫാരൻഹീറ്റ്. അപ്പോൾ ഓരോ രാസപ്രവർത്തനത്തിനും അനുകൂലമായ ഒരു ഊഷ്മാവ് ആവശ്യമുണ്ട്. ഈ ഊഷ്മാവിനെ വിളിക്കുന്ന പേരാണ് അനുകൂല ഊഷ്മാവ്. പഠിച്ചു വെക്കുക. ഓക്കെ,
അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന 2 GK ഒന്ന് പഠിച്ചു വെക്കുക. താപത്തിൻ്റെ അളവറിയുന്ന ഉപകരണം, തിരിഞ്ഞു പോകരുത്. താപത്തിൻ്റെ അളവറിയുന്ന ഉപകരണം ചോദിച്ചാൽ കലോറിമീറ്റർ. തിരിഞ്ഞു പോകരുത്. താപത്തിൻ്റെ അളവറിയുന്ന ഉപകരണം കലോറിമീറ്റർ. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞു, തെർമോമീറ്റർ എന്താണ്? ശരീര ഊഷ്മാവ് അറിയുന്ന ഉപകരണം തെർമോമീറ്റർ. ക്ലിയറായ? ശരീര ഊഷ്മാവ് അറിയുന്ന ഉപകരണം തെർമോമീറ്റർ. താപത്തിൻ്റെ അളവ് കലോറിമീറ്റർ, ശരീരോഷ്മാവ് തെർമോമീറ്റർ. അപ്പം LDയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉയർന്ന ഊഷ്മാവറിയുന്ന ഉപകരണം. ഉയർന്ന ഊഷ്മാവറിയുന്ന ഉപകരണം പൈറോമീറ്റർ. നല്ല ചോദ്യമാണ്, പൈറോമീറ്റർ. അപ്പോൾ ഊഷ്മാവ് പഠിക്കുമ്പോൾ 3 ഡിവൈസുകൾ പഠിച്ചു വെക്കുക. താപവുമായി ബന്ധപ്പെട്ട് കലോറിമീറ്റർ, ശരീരോഷ്മാവ് ബന്ധപ്പെട്ട് തെർമോമീറ്റർ, ഉയർന്ന ഊഷ്മാവുമായി ബന്ധപ്പെട്ട് ഏതാണ്? പൈറോമീറ്റർ ആണ്. ക്ലിയർ ആയില്ലേ? അപ്പം താപം ഒരു പ്രധാന ഘടകമാണ്. ഇനി ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അങ്ങോട്ട് താപം കൊടുക്കണം. താപം അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ രാസപ്രവർത്തനം നടക്കത്തുള്ളൂ. അപ്പോൾ രാസപ്രവർത്തനത്തിൽ താപത്തെ ആഗിരണം ചെയ്യുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് താപശോഷക രാസപ്രവർത്തനം എന്ന് പറയും. ക്ലിയറായ? താപത്തെ ആഗിരണം ചെയ്യുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് താപശോഷക രാസ, എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കക്ക, കാൽസ്യം കാർബണേറ്റ്. കക്കയെ ചൂടാക്കുന്നു, കാൽസ്യം കാർബണേറ്റിനെ ചൂടാക്കുന്നു. അപ്പം നമ്മൾ ഇപ്പുറത്താണ് അതിൻ്റെ അടയാളം, ഹീറ്റ് കൊടുക്കേണ്ടത് ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം കക്കയെ ചൂടാക്കുന്നു, എന്ത് കിട്ടുന്നു? നീറ്റു കക്ക. നീറ്റു കക്ക, കാൽസ്യം ഓക്സൈഡ്. അപ്പം കക്കയെ ചൂടാക്കിയാൽ മാത്രമേ നീറ്റുകക്ക ലഭിക്കുന്നുള്ളൂ. അപ്പം ഈ പ്രവർത്തനത്തിൽ നമ്മൾ എന്ത് ആഗിരണം ചെയ്യുകയാണ്? ചൂടിനെ ആഗിരണം ചെയ്യുകയാണ്. അപ്പം ഈ രാസപ്രവർത്തനം ഏതിന് ഉദാഹരണം? താപശോഷകം. കേട്ടാ? ഇനി തിരിച്ചു വരട്ടെ, താപം പുറത്തേക്ക് വിടുന്ന നോക്കാം. നാണ്ട് ഈ നീറ്റ് കക്കയിലേക്ക് അല്പം വെള്ളം ഒഴിക്കുന്നു. നീറ്റ് കക്ക പ്ലസ് ജലം. ഓക്കെ, അപ്പം കാൽസ്യം ഓക്സൈഡിലേക്ക് വെള്ളം ഒഴിച്ചു. ഉടനെ നീറ്റ് കക്ക നീറി പൊടിഞ്ഞ് ഒരു വെളുത്ത പൊടിയാവും, കുമ്മായമായിട്ടൊന്ന് മാറും. കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല, ചൂട് പുറത്തേക്ക് വരും. കേട്ടോ? അപ്പം താപത്തെ പുറത്തേക്ക് വിടുന്നുവെങ്കിൽ ആ രാസപ്രവർത്തനമാണ് താപമോചക രാസപ്രവർത്തനം, എക്സോ തെർമിക് റിയാക്ഷൻ. എക്സോ തെർമിക് റിയാക്ഷൻ എന്ന് പറയും. അപ്പം 2 രീതിയിൽ പഠിച്ചു വെക്കുക, താപശോഷകവും താപമോചകവും. താപത്തെ ആഗിരണം ചെയ്യുന്നെങ്കിൽ താപശോഷകം, താപത്തെ പുറത്തേക്ക് വിടുന്നെങ്കിൽ താപമോചക രാസപ്രവർത്തനം. അപ്പം രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഊഷ്മാവ് ആണ്. ക്ലിയറായ? വളരെ പ്രധാനപ്പെട്ട ക്രിയ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില രാസപ്രവർത്തനങ്ങളിലേക്കൊന്ന് പോകാം. അപ്പം ചില രാസപ്രവർത്തനത്തിൽ അഭികാരകങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണം, ഇപ്പം ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന ജലം ഉണ്ടാകും. ഇതൊരു രാസപ്രവർത്തനമാണ്. ഹൈഡ്രജനും ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന ജലം ഉണ്ടാകും. ഈ രാസപ്രവർത്തനം അഭികാരക ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്നങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാണോ നോക്കുക. ചിലപ്പോൾ 2-3 ഇക്വേഷൻ തന്നിട്ട് ശരിയായിട്ടുള്ള പ്രവർത്തനം ഏതാണെന്ന് നോക്കും. അപ്പോൾ നമ്മൾ ഈ അഭികാരകങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണം നോക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 എണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ഇവിടെ 2 എണ്ണം, ഇവിടെ 1 എണ്ണം. നമുക്ക് നോക്കാം. ഹൈഡ്രജൻ 2 ലെഫ്റ്റ് സൈഡ്, ഇവിടെയും 2 കറക്റ്റാണ്. ഓക്സിജൻ ഇവിടെ എത്രയുള്ളൂ? 2. ഇവിടത്തെ 1 ഉള്ളൂ. അപ്പോൾ ഇത് 2 ആക്കണം. അപ്പോൾ 2 ആക്കണം. നമുക്ക് ഇവിടെ 2 കൊടുക്കാൻ പറ്റത്തില്ല, ഇത് കോമ്പൗണ്ട് ആയതുകൊണ്ട് ഫ്രണ്ടിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ 2 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 2 ഹൈഡ്രജൻ. പക്ഷേ ഹൈഡ്രജൻ ഇവിടെ മാറി 4 ആയി കഴിഞ്ഞു. ഓക്സിജൻ 2 കറക്റ്റാണ്. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 2 കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ നോക്കാം. 2H2 പ്ലസ് O2 ഗീവ്സ് 2H2. കേട്ടോ? നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് താണ്ട് ഇങ്ങനെയാണ് കിടന്നത്. H2 ഹൈഡ്രജൻ 2, അപ്പുറത്തും 2. ഓക്സിജൻ ഇവിടെ 2, അപ്പുറത്ത് 1 ഉള്ളൂ. അപ്പോൾ ഇത് 2 ആക്കണം. അപ്പം നോക്കേ, ഓക്സിജൻ 2 ആക്കാൻ വേണ്ടി ഇവിടെ 2 കൊടുത്തു. ഈ 2 വന്നപ്പോൾ ഇതിനെ ബാധിച്ചു. അപ്പം 4 ആയി ഇവിടെ. അപ്പോൾ കറക്റ്റ് ആൻസർ ഇത്. അപ്പം ഇങ്ങനെ കുറേ ഇക്വേഷൻ തന്നിട്ട് അത് ബാലൻസ് ചെയ്യാൻ ചോദിക്കും.
ഇതേ മോഡൽ ഒരു ചോദ്യമാണ് പ്രിലിമിനറി എക്സാമിന് കയറി ചോദിച്ചത്. ഓക്കെ, അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. നമുക്കിത് ബാലൻസ് ആണ് നോക്കാം. സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഏതൊരു ലോഹം ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ട്? ഹൈഡ്രജൻ. കറക്റ്റാണ് നോക്കാം. ഇവിടെ ഒരു സിങ്ക്, ഇവിടെ ഒരു സിങ്ക്. ഓക്കെ, ഇത് കറക്റ്റാണ്. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 കൊടുക്കണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം. സിങ്ക് പ്ലസ് ഇവിടെ 2 കൊടുക്കുന്നു, 2HCl ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇനി കറക്റ്റാണോ നോക്കേ? ഇവിടെ ഒരു സിങ്ക്, ഇവിടെ ഒരു സിങ്ക്. കറക്റ്റ്. ഇവിടെ ഈ 2 വന്നപ്പോൾ ഹൈഡ്രജനെയും ബാധിച്ചു, ക്ലോറിനെയും ബാധിച്ചു. അപ്പോൾ 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 2 ക്ലോറിൻ, 2 ക്ലോറിൻ. കണ്ട, ഇതാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. അപ്പോൾ രാസപ്രവർത്തനങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ 2-3 റിയാക്ഷൻ തന്നിട്ട് ശരിയായിട്ടുള്ള പ്രവർത്തനം എടുത്തെഴുതാൻ ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രാസപ്രവർത്തനം. ഇപ്പം തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചതും രാസപ്രവർത്തനത്തിൽ നിന്ന് ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഊഷ്മാവ് പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഉൾപ്രേരകം. നമ്മളിത് മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മളിത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് പരിചയപ്പെടാം. ഉൾപ്രേരകം അഥവാ കാറ്റലിസ്റ്റ് എന്താ എന്ന് ചോദിച്ചാൽ, ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത വ്യത്യാസപ്പെടുത്തുന്ന പദാർത്ഥങ്ങൾ. മുൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചോണം. ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത വ്യത്യാസപ്പെടുത്തുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഉൾപ്രേരകം. എല്ലാ എക്സാമിനും 1 മാർക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഈ ഉൾപ്രേരകം 2 തരത്തിലുണ്ട്. രാസപ്രവർത്തന വേഗത കൂട്ടുന്ന ഉൾപ്രേരകവും രാസപ്രവർത്തന വേഗത കുറയ്ക്കുന്നതും. അപ്പോൾ രാസപ്രവർത്തന വേഗത കൂട്ടുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ധന ഉൾപ്രേരകം. ഇംഗ്ലീഷിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ രാസപ്രവർത്തന വേഗത കുറയ്ക്കുന്നെങ്കിൽ ഋണ ഉൾപ്രേരകം, നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പോൾ രാസപ്രവർത്തനം 2 തരത്തിലുണ്ട്: പോസിറ്റീവ് കാറ്റലിസ്റ്റും നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ഇനി നമുക്ക് LDക്ക് ചോദിക്കുന്നത് ചില പ്രവർത്തനങ്ങൾ തന്നിട്ട് അതിനകത്ത് വരുന്ന കാറ്റലിസ്റ്റുകളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് പരിചയപ്പെടാം. ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഉദാഹരണം എന്ന് പറയുന്നത് സമ്പർക്ക പ്രക്രിയയാണ്, കോണ്ടാക്റ്റ് പ്രോസസ്സ്. അപ്പം പരിചയപ്പെടാം. എന്താണ് സമ്പർക്ക പ്രക്രിയ? സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? സമ്പർക്ക പ്രക്രിയ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിനെ അറിയപ്പെടുന്ന പേര് ആസിഡുകളുടെ രാജാവ്. ഓക്കെ, അപ്പോൾ ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ആസിഡുകളുടെ രാജാവ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഈ അടുത്ത സമയത്ത് നടന്ന യൂണിവേഴ്സിറ്റി LGSന്റെ എക്സാമിന് കയറി ചോദിച്ച ക്വസ്റ്റ്യൻ, സ്റ്റോറേജ് സെൽ, ബോക്സ് കണക്കിരിക്കുന്ന ബാറ്ററി ബസ്സിൻ്റെയും കണ്ടേ സ്റ്റോറേജ് സെൽ, മലയാളത്തിൽ സംഭരണ സെൽ എന്ന് പറയും, സംഭരണ സെൽ. അപ്പോൾ ഈ സ്റ്റോറേജ് സെല്ലിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏത്? യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ചോദ്യമാണ്. സ്റ്റോറേജ് സെല്ലിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ഇതിനു മുമ്പ് നടന്ന ബെക്കോയുടെ പരീക്ഷയുടെ ചോദ്യം, ബിവറേഴ്സിന് കയറി ചോദിച്ച ക്വസ്റ്റ്യൻ, സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ പ്രൊഡക്റ്റിൻ്റെ പേര് ഒലിയം എന്ന് പറയും. അപ്പോൾ ഒലിയം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഒലിയം എന്ന് പറയുന്നതാണ് H2S2O7. ഇതാണ് ഒലിയം. അപ്പം നോക്കുക, സമ്പർക്ക പ്രക്രിയ വഴി നിർമ്മിക്കുന്നതാണ് സൾഫ്യൂരിക് ആസിഡ്. ആസിഡുകളുടെ രാജാവ് എന്ന് പറയുന്നു, ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് പറയുന്നു, സ്റ്റോറേജ് സെല്ലിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോണ്ടാകുന്ന ഉപോൽപ്പന്നം, ഒരു പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഒലിയം. ചോദിച്ച ക്വസ്റ്റ്യൻ, ഒലിയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൾഫ്യൂരിക്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പേര് വന്നത് ഓയിൽ ഓഫ് വിട്രിയോൾ. ഓക്കെ, ഇനി കഴിഞ്ഞ LDയുടെ എക്സാമിന് കയറി ചോദിച്ച ക്വസ്റ്റ്യൻ, സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകത്തിൻ്റെ പേര്. ഇതാണ് കഴിഞ്ഞ വർഷത്തെ ചോദ്യം. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ്, V2O5. അപ്പോൾ വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം. ഓക്കെ, അപ്പോൾ നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം, നൈട്രിക് ആസിഡ്.
അടുത്ത എക്സാമ്പിള് നൈട്രിക് ആസിഡിലേക്ക് പോവുകയാണ്. HNO3 എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ്. ഇത് നിർമ്മിക്കുന്ന പ്രക്രിയ, നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ്. മുൻ ക്ലാസ്സുകളിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ഓസ്റ്റ്വാൾഡ് നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ ഓസ്റ്റ്വാൾഡ്. നൈട്രിക് ആസിഡിന്റെ പ്രത്യേകത വായുവിൽ പുകയുന്ന ആസിഡ്. വായുവിൽ പുകയുന്നത് കൊണ്ട് നൈട്രിക് ആസിഡിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഫ്യൂമിംഗ് ആസിഡ് എന്ന് പറയും. ഫ്യൂമിംഗ് ആസിഡ്, പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ വഴിയാണ് നിർമ്മിക്കുന്നത്. ഇനി ഇത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ് പ്ലാറ്റിനം എന്ന് പറയും. അപ്പം നൈട്രിക് ആസിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകത്തിൻ്റെ പേര് പ്ലാറ്റിനം. ഓക്കെ, ഇനി നമ്മൾ ഹൈഡ്രജൻ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഉൾപ്രേരകത്തിൻ്റെ പേര് നമ്മൾ ഒന്ന് ഓർത്ത് വെക്കണം. സസ്യ എണ്ണ, പ്ലാന്റ് ഓയിൽ, സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജനെ കടത്തിവിടുമ്പോൾ, സസ്യ എണ്ണ പ്ലാന്റ് ഓയിലിലൂടെ ഹൈഡ്രജനെ കടത്തിവിടുമ്പോൾ ലഭിക്കുന്ന പ്രോഡക്റ്റിൻ്റെ പേരാണ് വനസ്പതി, ഡാൽഡ എന്ന് പറയും. ഈ വനസ്പതി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ചോദിച്ചാൽ നിക്കലാണ്. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് നിക്കൽ. ക്ലിയർ ആയല്ലേ? അപ്പം ഈ ഉൾപ്രേരകം നോക്കി വെച്ചോണം, എപ്പോഴും അതിൽ നിന്ന് ചോദ്യം കിട്ടും. ഇനി നമുക്ക് സാധാരണ LD LGS നിലവാരത്തിൽ ചോദിക്കുന്ന ചില ജനറൽ പ്രവർത്തനങ്ങളുടെ പേരൊന്ന് പഠിച്ചു വെക്കണം. ആദ്യത്തെ പ്രോസസ്സ്, ഇപ്പം നിങ്ങൾ എഴുതിയ 10th പ്രിലിമിനറി എക്സാമിന് കയറി ചോദിച്ച പ്രവർത്തനം ചോദിച്ചത് പാല് ചൂടാക്കി അണുവിമുക്തമാക്കുന്ന പ്രക്രിയ. ഇതാണ് LDയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇതിന് ചോദിച്ചത്. പാസ്ചുറൈസേഷൻ. പാസ്ചുറൈസേഷനാണ് LDയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കയറി ചോദിച്ചത്. അപ്പോൾ പാല് ചൂടാക്കി അണുവിമുക്തമാക്കുന്ന പ്രക്രിയ പാസ്ചുറൈസേഷൻ. അങ്ങനെയാണെങ്കിൽ ജലം ചൂടാക്കി അണുവിമുക്തമാക്കുന്ന പ്രക്രിയ ഏത്? പാല് ചൂടാക്കുന്നത് പാസ്ചുറൈസേഷൻ. അങ്ങനെയാണെങ്കിൽ ജലം ചൂടാക്കി അണുവിമുക്തമാക്കുന്ന പ്രക്രിയയാണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം സ്റ്റെറിലൈസേഷൻ എന്നാണ് പറയുന്നത്. നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ പാല് ചൂടാക്കുന്നത് പാസ്ചുറൈസേഷൻ, ജലം ചൂടാക്കുന്നത് സ്റ്റെറിലൈസേഷൻ. അടുത്തത് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കുവാൻ വേണ്ടി അതിൻ്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ. പലവട്ടം ചോദിച്ച ചോദ്യമാണ്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കുവാൻ വേണ്ടി ഇരുമ്പിൻ്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ. നല്ലൊരു ചോദ്യമാണ്, പലവട്ടം LDക്ക് ചോദിച്ചതാണ്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കുവാൻ വേണ്ടി ഇരുമ്പിൻ്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ. അങ്ങനെയാണെങ്കിൽ റബ്ബറിനകത്ത് സൾഫർ ചേർക്കുന്ന പ്രക്രിയ, റബ്ബറിനെ കട്ടി കിട്ടുവാൻ വേണ്ടി സൾഫർ ചേർക്കുന്ന പ്രക്രിയ വൾക്കനൈസേഷൻ. വൾക്കനൈസേഷൻ രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. ഇരുമ്പിൻ്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ, റബ്ബറിൽ സൾഫർ ചേർക്കുന്ന പ്രക്രിയ വൾക്കനൈസേഷൻ. പാല് ചൂടാക്കുന്നത് പാസ്ചുറൈസേഷൻ, ജലം ചൂടാക്കുന്നത് സ്റ്റെറിലൈസേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്ലൈക്കോളിസിസ്? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രക്രിയ ഇതധികം ചോദിച്ചിട്ടില്ല, ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഗ്ലൈക്കോളിസിസ്? ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് പൈറൂവിക് ആസിഡായി മാറുന്ന പ്രക്രിയ. പൈറൂവിക് ആസിഡ്. അപ്പൊ ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറൂവിക് ആസിഡായി മാറുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഗ്ലൂക്കോസിലേക്ക് ഒന്ന് പോകുക. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അല്ലെ പഞ്ചസാരയുടെ അളവ് എത്ര? മിക്ക LDക്കും ചോദിക്കുന്ന ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ചോദിച്ചാൽ 80-120 mg/100 ml. ഇത് ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം 70-110 രണ്ടും കൂടെ വരത്തില്ല, ഏതെങ്കിലും ഒരെണ്ണം. ഗ്ലൂക്കോസിൻ്റെ അളവ് ചോദിച്ചാൽ 80-120 mg/100 ml അല്ലെങ്കിൽ 70-110. ഇനി ഇത് തിരിച്ചു വരും നോക്കാൻ. 120-80 mm/Hg
ഇതാണ് വരുന്നെങ്കിൽ ഒരാളുടെ BP ആണ്. ഓക്കെ, 120/80 mm/Hg. Hg മീൻസ് മെർക്കുറി. ഈ അളവുകൾ നോക്കിക്കോണം. നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഒരേ കണക്കായിരിക്കും. ഇവിടെയൊക്കെ മാറും. ഇത് മില്ലിഗ്രാമാണ്. ചിലപ്പോൾ തെറ്റിക്കാൻ വേണ്ടി കിലോമീറ്റർ ആണ്, കറക്റ്റ് മില്ലിഗ്രാമാണ്. ഇതാണ് ഒരാളുടെ BP. എന്നാൽ ഒരാളുടെ ബ്ലഡിൻ്റെ അളവാണ് ചോദിക്കുന്നതെങ്കിൽ 5 മുതൽ 6 ലിറ്റർ. ഇതൊക്കെ LDക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ബ്ലഡിൻ്റെ അളവ് 5 മുതൽ 6 ലിറ്റർ. എന്നാൽ രക്തം ദാനം ചെയ്യുന്ന അളവ് ചോദിച്ചാൽ 300 ml ആണ്. ബ്ലഡ് ഡൊണേഷൻ ഉപയോഗിക്കുന്നത് 300 ml ആണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഗ്ലൂക്കോസിൻ്റെ അളവ് 80-120 mg/100 ml അല്ലെങ്കിൽ 70-110. BP 120/80. ബ്ലഡ് 5 മുതൽ 6 ലിറ്റർ. ബ്ലഡ് ഡൊണേഷൻ 300 ml. ഓക്കെ, ഇനി കേട്ടോണേ, ഈ ഗ്ലൂക്കോസ് പഠിക്കുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിൽ വെക്കുന്ന ഹോർമോണിൻ്റെ പേര്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പഠിക്കുക, ഇൻസുലിൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഇൻസുലിൻ. അപ്പോൾ ഒരാൾക്ക് ഇൻസുലിൻ ഇല്ല എന്നിരിക്കട്ടെ, ഇൻസുലിൻ ഇല്ല, ഗ്ലൂക്കോസ് എന്താവത്തില്ല, അപ്പോൾ എന്തിൻ്റെ അളവ് കൂടും? ഗ്ലൂക്കോസിൻ്റെ അളവ്. അപ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെല്ലിറ്റസ്. ഡയബറ്റിസ് മെല്ലിറ്റസ്, മലയാളത്തിൽ പ്രമേഹം എന്ന ഷുഗറിൻ്റെ അസുഖം. അപ്പോൾ ഇൻസുലിൻ കുറയുന്ന രോഗം ഡയബറ്റിസ് മെല്ലിറ്റസ്. ഈ കഴിഞ്ഞ വർഷം നടന്ന അല്ലെങ്കിൽ അടുത്ത സമയത്ത് നടന്ന ഡിഗ്രിയുടെ എക്സാമിന് കയറി ചോദിച്ച ക്വസ്റ്റ്യൻ, ADH അല്ലെങ്കിൽ വാസോപ്രസിൻ. ADH അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ കുറയുന്ന രോഗം ഡയബറ്റിസ് ഇൻസിപ്പഡസ് ആണ്. ഇൻസിപ്പള. അപ്പോൾ രണ്ടും കൂടെ മാറിപ്പോകരുത്. ഇൻസുലിൻ കുറയുന്നത് ഡയബറ്റീസ് മെലിറ്റസും വാസോപ്രസിൻ അഥവാ ADH കുറയുന്ന രോഗം ഡയബറ്റിസ് ഇൻസിപ്പഡസ്. ഇത് പഠിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്ഷേമ പ്രവർത്തനവും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയുടെ പേര് വയോമധുരം എന്ന് പറയും. ഓക്കെ, പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി വയോമധുരം. കുട്ടികളുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ മിഠായി എന്ന് പറയും. മിഠായി, കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്നത് മിഠായി. എപ്പോഴും ആരോഗ്യക്ഷേമ പ്രവർത്തനത്തിൽ നിന്നും 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആ ഭാഗം നല്ലപോലെ നോക്കി വിടുക. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് ഏതാണ്? ഇൻസുലിനാണ്. ഇനി ഇതിനു മുമ്പ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ഈ ഇൻസുലിനിൽ കാണപ്പെടുന്ന ലോഹമാണ്. ഇൻസുലിനിൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചാൽ സിങ്ക് ആണ്. സിങ്കിൻ്റെ മലയാളം നാകം എന്ന് പറയും. നാകം, നാഗം, പാമ്പ്, നാകം. അപ്പം കണ്ണിന് ഇൻസുലിനിൽ കാണുന്ന ലോഹം സിങ്കാണ്. അപ്പം മലയാളത്തിൽ നാകം. അപ്പം നാഗപുഷ്പം, നാഗപുഷ്പം എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥം, നാഗപുഷ്പം എന്ന പേരിൽ അറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡിനെയാണ്. നാഗപുഷ്പം എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ്. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, തത്വജ്ഞാനിയുടെ കമ്പിളി, ഫിലോസഫേഴ്സ് വൂൾ. തത്വജ്ഞാനിയുടെ കമ്പിളി എന്ന് പറയുന്നതും സിങ്ക് ഓക്സൈഡിനാണ്. നാഗപുഷ്പം എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ്. അതിൻ്റെ മറ്റൊരു പേര് തത്വജ്ഞാനിയുടെ കമ്പിളി എന്ന് പറയും. നമ്മൾ സാധാരണ സ്കിന്നിൽ, ത്വക്കിലൊക്കെ ചെറിയ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ സ്കിന്നിൽ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് കലാമിൻ ലോഷൻ, ലാക്ടോ കലാമിൻ എന്ന് പറയും. അപ്പോൾ ഈ കലാമിൻ ലോഷൻ്റെ രാസനാമം ലാക്ടോ കലാമിൻ എന്ന് അറിയപ്പെടുന്ന പദാർത്ഥം സിങ്ക് കാർബണേറ്റ്. സിങ്ക് കാർബണേറ്റിനെ വിളിക്കുന്ന പേരാണ് ലാക്ടോ കലാം. നമ്മൾ ത്വക്കിന് ഉപയോഗിക്കും. ത്വക്കറിയാവില്ലേ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. മുമ്പ് ചോദിച്ച LDയുടെ ക്വസ്റ്റ്യൻ എക്സിമ, ഇതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. എക്സിമ, എക്സിമ എന്ന് പറയുന്ന രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നു? എക്സിമ എന്ന് പറയുന്നത് ത്വക്കിനെ ബാധിക്കുന്നതാണ്. അപ്പം ത്വക്കിൻ്റെ നിറം മാറുന്ന രോഗം, ത്വക്കിൻ്റെ നിറം മാറുന്ന രോഗം ആൽബിനിസം എന്ന് പറയും. ത്വക്കിൻ്റെ നിറം മാറുന്ന രോഗം ആൽബിനിസം എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പോകുക. അപ്പോൾ രാസപ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ടായിട്ടുണ്ട്. അപ്പം
ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കുക. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ അവസാനം നമ്മളിപ്പം എടുത്ത ഈ ക്ലാസ് രാസഗതികം LD LGS LP എഴുതുന്നവർക്ക് വളരെ പ്രയോജനമാണ്. ഈ ഇപ്പം മെനയാൻ നടന്ന പരീക്ഷകളും എല്ലാം നിങ്ങൾക്ക് അതിലെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിൽക്കട്ടെ. നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇനി അതിനു മുമ്പ് നിങ്ങൾ ഈ തന്നിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കാണുക. അതിൻ്റെ സംശയങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമസ്കാരം.